ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഉച്ചയ്ക്ക് ഊണ് എങ്ങനെ ക്രമീകരിക്കാമെന്നുള്ളതിൻ്റെ ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അരി ഗോതമ്പ് ആഹാരം ഒഴിവാക്കേണ്ടവർക്ക് ഇതുപോലൊരു ഡയറ്റ് ക്രമീകരിക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ലഞ്ച് മെനു എങ്ങനെയാണെന്ന് നോക്കാം. ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ കുറച്ച് അവിയൽ വിളമ്പിയിട്ടുണ്ട്. ഇത് ചോറിന് പകരമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ മണ്ണിനടിയിൽ ഉണ്ടാകുന്ന കിഴങ്ങുകളുടെ അളവ് കുറച്ചിട്ട് പച്ചക്കായ, കുമ്പളങ്ങ, മത്തങ്ങയൊക്കെയാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. കുറച്ച് കടലക്കറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തതാണ്, ഷാലോ ഫ്രൈ ചെയ്തത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ലതുപോലെ ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ വെച്ച് കൊടുക്കുക. അല്പം ഉപ്പും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് മാരിനേറ്റ് ചെയ്തതാണ്. ഇത് മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. മീഡിയം ഹീറ്റിൽ വേവിച്ചാൽ ഇതിൻ്റെ ഉള്ളൊന്നും വേവില്ല ചിക്കൻ്റെ. അതുകൊണ്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. 5 മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിടാം. ഇപ്പോൾ ചിക്കൻ്റെ എല്ലിൽ നിന്നും മാംസം വിട്ട് നിൽപ്പുണ്ട്. ഈ പാകത്തിലായിരിക്കണം. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്ലൈസ് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്ത പച്ചമുളകും 2-3 നമുക്ക് കീറിയിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വീണ്ടും മൂടി വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടാകും. ഒത്തിരി എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈറ്റ് മസാലയിൽ ഫ്രൈ ചെയ്തെടുത്താൽ വളരെ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്ത ഒരു ചിക്കൻ പീസ് നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. സവാളയ്ക്ക് വേണ്ട കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും തൂവി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് 5 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ മെനു ആയിരിക്കണം. ഇന്നത്തേതിൽ ചിക്കൻ ആണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഫിഷോ അല്ലെങ്കിൽ ബീഫോ കുറേശ്ശെ കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഒരു പീസ് ഒരാളുടെ ആഹാരത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ചിക്കനാണ് നമ്മളിപ്പോൾ വിളമ്പിക്കൊണ്ടിരുന്നത്. ഇതിലേക്ക് കുറച്ച് സവാളയും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പ്ലേറ്റിൽ ഇപ്പോൾ ഏകദേശം 3/4 ഭാഗത്തോളം ഫില്ലായിട്ടുണ്ട്. ഇത്രയൊക്കെ കഴിച്ചാൽ നമ്മളുടെ വയറ് നന്നായിട്ട് നിറയും. ചോറും ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോഴുള്ള ക്ഷീണമൊന്നും ഉണ്ടാകുന്നില്ല. നല്ല എനർജറ്റിക് ആയിരിക്കും. ഇനി കുറച്ച് തൈര് നമ്മൾക്ക് ആവശ്യമുണ്ട്. ദിവസവും അല്പം പുളിക്കാത്ത തൈര് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ശരീരത്തിൽ ആവശ്യമുള്ള നല്ല ബാക്ടീരിയ നമുക്ക് ഈ തൈരിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. തൈരിൽ ഉപ്പ് ചേർത്തോ അല്ല ഉപ്പ് ചേർക്കാതെയോ കഴിക്കാം. അത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ധാന്യങ്ങൾ ഒഴിവാക്കിയുള്ള ഒരു ഉച്ച ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെ എനർജറ്റിക് ആയിരിക്കും. ചോറ് ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത് പോലെ നമുക്ക് ക്ഷീണോ ഒന്നും ഉണ്ടാവില്ല. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണിത്. കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിൽ വളരെ അധികമായിട്ട് എത്തുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.